കുട്ടികളെ പഠിക്കാനായി സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ സമാധാനമായി വീട്ടിലിരിക്കും? തേവലക്കരയിലെ മിഥുന്റെ ദാരുണാന്ത്യം മലയാളിയെ പേടിപ്പിക്കുകയാണ്. വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തും ഒരു പിഴവുണ്ട്. അതായത് ഈ ലൈൻ താഴ്ന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും വേണ്ട സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതിന് പേരിൽ അതൊരു ചെറിയ വീഴ്ചയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നടപടി എടുക്കാൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ വെറുതെ ന്യായീകരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി പോലും ഇല്ലാത്തത് കൊണ്ടാണ് KSEBിക്ക് വേണ്ടി വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഈ കുറ്റസമ്മതം നടത്തിയത്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിനോദ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ KSEBിയുടെ പിഴവ് ആദ്യം ഗ്രൗണ്ട് ലൈനിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 4.6 ആണ് നിയമപ്രകാരം വേണ്ടത്. 4.28 ഉള്ളൂ. അപകടത്തിന് കാരണമായ സ്കൂളിലെ വൈദ്യുതി ലൈൻ താഴ്ന്ന നിലയിലാണ്. വൈദ്യുതി ബില്ല് പിരിക്കാനായി സ്കൂളിൽ പോകുന്ന KSEB ഉദ്യോഗസ്ഥർ ഇത്രയും നാൾ എന്ത് ചെയ്യുകയായിരുന്നു? 3 ഫേസ് ലൈനിന് തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം. സ്കൂളിലെ വൈദ്യുതി ലൈനിലുള്ളതോ 4.28 മീറ്റർ മാത്രം. അതായത് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ KSEB കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. അപ്പം ഷീറ്റിന് ഗ്രൗണ്ടിൽ നിന്ന് 2.5 മീറ്റർ വേണം, പക്ഷേ അതിന് 0.88 മീറ്റർ അത് മാത്രമേ ഉള്ളൂ. അത് റെഗുലേഷൻ 62 പ്രകാരം ലൈനിനടിയിൽ ഏത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ്. KSEB മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പും തേവലക്കര സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചു. 2 ദിവസം മുൻപ്, അതായത് ജൂലൈ 15-ന് KSEBിയുടെ സൺറൈസ് മീറ്റിംഗിൽ ഒരു നിർദ്ദേശം വന്നു. തേവലക്കര സ്കൂളിലെ താഴ്ന്നു കിടക്കുന്ന ലൈൻ മാറ്റി കേബിൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം. ഇതിനുള്ള പോസ്റ്റ് സ്ഥാപിക്കാനായി അടിയന്തരമായി സൈക്കിൾ ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ചു നൽകണമെന്ന് KSEB ഉദ്യോഗസ്ഥർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഗോവിന്ദപിള്ളയെ ഫോൺ വിളിച്ചറിയിച്ചതാണ്. 6 മിനിറ്റ് നേരം അപകട സാധ്യതയെക്കുറിച്ച് ധരിപ്പിച്ചിട്ടും അടുത്ത യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നായിരുന്നു അധികൃതരുടെ അനാസ്ഥ. ഒരുപാട് വർഷങ്ങളായിട്ട് അതിലേക്ക് പോകുന്ന ലൈനാണ്. ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ അതിനകത്ത് മുകളിൽ കയറി അങ്ങനെ ആരും കരുതുന്നില്ലല്ലോ. പൊതുവിദ്യാഭ്യാസ വകുപ്പും മിഥുന്റെ മരണത്തിന് ഉത്തരവാദിയാണ്. വൈദ്യുതി ലൈനിൽ നിന്ന് സുരക്ഷിതമല്ലാത്ത അകലത്തിൽ സ്കൂളിൽ ഒരു ഷെഡ് നിർമ്മിച്ചത് ഇതുവരെ അവർക്കൊരു പ്രശ്നമേ ആയില്ല. ഈ ഷെഡ് നിർമ്മാണത്തിന് അനുമതി ഉണ്ടോ എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികാരികൾ ആരും തിരക്കിയില്ല. ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. തേവലക്കരയിലെ പഞ്ചായത്തിന്റെ വീഴ്ച അവസാനം പറയുന്നത് കൊണ്ട് മാത്രം ഒട്ടും കുറയുന്നില്ല. 40 കൊല്ലം മുൻപാണ് സ്കൂളിൽ ഈ കാണുന്ന വൈദ്യുതി ലൈൻ സ്ഥാപിച്ചത്. ഏതാനും വർഷം മുൻപാണ് വൈദ്യുതി ലൈനിനോട് ചേർന്ന് ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത്. അതും പഞ്ചായത്തിന്റെ ഒരു അനുമതിയും വാങ്ങാതെ. എന്നിട്ടും പഞ്ചായത്തിന് അതൊരു പ്രശ്നമായേ തോന്നിയില്ല. ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നെങ്കിലും പരിശോധിക്കാനുള്ള ധാർമ്മിക സാമാന്യ ഉണ്ടാവണ്ടേ? അതൊന്നും പരിശോധിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, കൂടുതൽ അറിവില്ല. CPM ഭരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് ആയതുകൊണ്ടാണോ ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിയുന്നത് വരെ പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് നാവ് പൊങ്ങാതെ പോയതാ? ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും നട്ടല്ലില്ലാതെ പോയതാ. ഒരു നിർധന കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ട കുട്ടിയായിരുന്നു മിഥുൻ. ആ കുഞ്ഞിനെ കുരുതി കൊടുത്തതിൽ പ്രതിസ്ഥാനത്ത് നമ്മുടെ ഭരണ സംവിധാനം മാത്രമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.